ഖുർആൻ ശരീഫിലെ സൂറത്തുൽ മുൽക്ക് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ചിട്ടും ആകാശലോകത്തിനെ കുറിച്ചിട്ടും ആരാണ് പടച്ചത്, ആകാശലോകം എന്താണ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ശൈത്താന്മാർക്ക് അള്ളാഹു താല കൊടുക്കുന്ന ദുനിയാവിന്റെ ശിക്ഷയും ആഖിറത്തുള്ള ശിക്ഷനെ കുറിച്ചിട്ടും, അതേപോലെ കാഫിരീങ്ങൾക്ക് സത്യനിഷേധികൾക്ക് അള്ളാഹു നരകം കൊടുക്കും, ആ നരകത്തിന്റെ ഗൗരവത്തെ കുറിച്ചും നാം പഠിച്ചു. ഇനി പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സത്യവിശ്വാസികൾക്ക്, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവർക്ക് അള്ളാഹു എന്ത് നൽകുന്നു. അള്ളാഹുവിനെ കാണാതെ, അള്ളാഹുവിന്റെ നരകത്തിനെ കാണാതെ, അള്ളാഹുവിന്റെ സ്വർഗത്തിനെ കാണാതെ, ഒന്നും കാണാതെ പടച്ച റബ്ബിനെ വിശ്വസിച്ച് ആ റബ്ബിനെ പേടിച്ചവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അഥവാ ജന്നത്തുൻ നഈമാകുന്ന സ്വർഗം, അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് ആയത്തിന് അർത്ഥമൊന്ന് ആദ്യമായി നമുക്ക് എന്താക്കാം, മനസ്സിലാക്കാം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, പടച്ച റബ്ബിനെ അള്ളാഹുവിനെ പേടിച്ചവർ എന്താക്കുന്നു, ജീവിക്കുന്നു. ബിൽ ഗൈബി, ഗൈബിൽ അള്ളാഹുവിനെ പേടിച്ചിട്ട്, അങ്ങനെ ചില എന്നും ചില ഇൻഷാ അല്ലാഹ് പിന്നെ വിശദീകരിക്കും. ഗൈബിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ട് എന്തുണ്ട്, ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. അവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് മഗ്ഫിറത്തുണ്ട്. അവർ അള്ളാഹുവിനെ പേടിച്ച് വിശ്വസിച്ച് ജീവിക്കുന്നു. ആ ജീവിക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറവുകൾ വന്നാൽ ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് എന്തുണ്ട്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തുണ്ട്. പിന്നെ വ അജ്റുൻ അളീം, വന്നമായിരിക്കുന്ന പ്രതിഫലവും അവർക്കുണ്ട്, അഥവാ സ്വർഗം അവർക്കുണ്ട്. അല്ലാഹു തആല ഖുർആൻ എവിടെയും നരകത്തിനെ കുറിച്ച് പറഞ്ഞാൽ സ്വർഗത്തിനെ കുറിച്ച് പറയും, സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ നരകത്തിനെ കുറിച്ചും പറയും. അപ്പൊ വിശ്വസിച്ച ആളുകൾക്ക്, അള്ളാഹുവിനെ ഗൈബിൽ പേടിച്ച് ജീവിച്ച ആളുകൾക്ക് ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് വന്നമായ മഗ്ഫിറത്തുണ്ട്. വ അജ്റുൻ കബീർ, അവർക്ക് വലിയതായ പ്രതിഫലവും ഉണ്ട്. പിന്നീട് അല്ലാഹു തആല അസ്റൂ ഖൗലക്കും അവിജ്ഹറൂ ബിഹി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. അസ്റൂ ഖൗലക്കും, നിങ്ങളെ വിഷയത്തെ, നിങ്ങളുടെ ഈ പഴക്കത്തെ രഹസ്യമാക്കിയാലും, അവിജ്ഹറൂ ബിഹി, അല്ലെ നിങ്ങൾ സംസാരിക്കുന്ന ആ വിഷയത്തെ നിങ്ങൾ പരസ്യമാക്കിയാലും. അത് മക്കാ ഖുറൈശികളെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞത്. അതായത് മക്കാ ഖുറൈശികൾ കാഫിരീങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ പറയും, നീ ജോറ് വിഷയാക്കി പറയണ്ട, നീ ജോറ് പളക്ക പറയണ്ട, നീ എന്താക്കി നല്ല വിഷയം പറയും. എന്ത്? മുഹമ്മദിന്റെ നബിക്ക് ഗൊന്താവൂ, മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിന്റെ അള്ളാഹ്ക്ക് ഗൊന്താവൂ, ഞങ്ങളുടെ പളക്ക. അങ്ങനെ അള്ളാഹ്ക്ക് അറിഞ്ഞാൽ ആ വിഷയം ആർക്ക് അറിയിച്ചു കൊടുക്കും? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അറിയിച്ചു കൊടുക്കും. അങ്ങനെ പല മുനാഫിഖീങ്ങൾ പല ചതിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അല്ലാഹു തആല അതിനെക്കുറിച്ച് ഹബീബായ മുത്തുനബിക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ പറഞ്ഞത് എന്തെന്ന്? വഅസ്റൂ ഖൗലക്കും വവിജ്ഹറൂ ബിഹി, അല്ലാഹു പറഞ്ഞു, നിങ്ങൾ രഹസ്യമായി വെച്ചാലും പരസ്യമായിട്ട് വെച്ചാലും ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് അത് പടച്ച റബ്ബിനക്ക് അറിയും. നിങ്ങൾ ഗുട്ടായിട്ട് ചെയ്തെങ്കിലും പബ്ലിക്കായിട്ട് ചെയ്തെങ്കിലും. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, അലാ അറിയണം, നിങ്ങൾ ചിന്തിക്കണം. നീ എന്ത് മനസ്സിലാക്കിയത്? യഅലമു മൻ ഖലഖ, പടച്ച റബ്ബിനക്ക് അറിയില്ലേ? പടച്ച റബ്ബിനക്ക് മഖ്ലൂഖിനെ കുറിച്ചിട്ട് അറിയൂലേ? അലാ അറിയണം, യഅലമു അല്ലാഹു അറിയില്ലേ, മൻ ഖലഖ, പടച്ച റബ്ബിനെ കുറിച്ച്. ഇത് പടച്ച റബ്ബ് ആരെയാണോ പടച്ചത്, എന്തിനെയാണോ പടച്ചത്, അതിനെക്കുറിച്ച് അല്ലാഹ്ക്ക് അറിയില്ലേ? വഹുവൽ ലത്തീഫുൽ ഖബീർ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഒരു ഉറുമ്പ് ഇവിടെ ഒരു ഉറുമ്പ് അതിനെ മാളത്തോട് കൂടി പുറത്തു വരുന്നെങ്കിലും, ഒരു ഈറ്റ
അതിന്റെ മാളത്ത് അവന് പുറന്ന് പുറത്തു വരുന്നെങ്കിലും അള്ളാഹ്ക്ക് അറിയും. എന്ന് ഗുട്ടാക്കിട്ട് വെക്കേണ്ട കാര്യമില്ല. ഇതാണ് നേരക്ക് നേരെയുള്ള അർത്ഥം. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിനെ പേടിക്കുന്നു. ഐ യഖാഫൂന അദാബഹു, അള്ളാഹുവിന്റെ ശിക്ഷയെ അവർ പേടിക്കുന്നു. എവിടെയാണ് ശിക്ഷ? വഹുവ അദാബു യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളുള്ള ആ ശിക്ഷയെ അവർ പേടിച്ച് ജീവിക്കുന്നു. അല്ലെങ്കിൽ മരണത്തിനെ കുറിച്ച് അവർ പേടിച്ച് ജീവിക്കുന്നു. ഖബറിനെ കുറിച്ച് അവർ പേടിച്ച് ജീവിക്കുന്നു. ബിൽ ഗൈബ്, അവർ കണ്ടിട്ടില്ല. അവർ എന്താക്കിയിട്ടില്ല, ഖബറിന്റെ ഉള്ളിലേക്ക് പോയിട്ട് നോക്കിയിട്ടില്ല. അല്ലെ മഹ്ശർ, നരകമുണ്ട് സ്വർഗമുണ്ട് കണ്ടിട്ടില്ല. ആ നിലയ്ക്ക് ഗൈബിൽ അവർ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നു ഒരർത്ഥം. അല്ലെങ്കിൽ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, അവർ സ്വകാര്യ ജീവിതത്തിൽ, അവരെ ഒറ്റക്കുള്ള ജീവിതത്തിൽ ചിലപ്പോൾ കാണുമ്പോൾ എന്താക്കും, എല്ലാവരും കാണുമ്പോൾ ഞാൻ നല്ല നിലക്ക് സുന്നത്ത് നിസ്കരിക്കും, എല്ലാവരും കാണുന്ന സമയത്ത് ഞാൻ നല്ല നിലക്ക് ദുആ ചെയ്യും, ഖുർആൻ ഓതും. അതേ സമയത്ത് എന്റെ ഒറ്റക്കുള്ള ജീവിതത്തിൽ, എന്റെ സ്വകാര്യ ജീവിതത്തിൽ, എന്റെ ഗുട്ടായ ജീവിതത്തിൽ എന്റെ ജീവിതം എങ്ങനെയാവണം? അള്ളാഹുവിനെ പേടിച്ചിട്ടുള്ള ജീവിതമാവും. അതല്ലേ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, അള്ളാഹുവിനെ നീ കാണുമ്പോൾ എന്താക്കണം? ഇബാദത്ത് ചെയ്യണം. അൻ തഅബുദല്ലാഹ, അള്ളാഹ്ക്ക് നീ ഇബാദത്ത് ചെയ്യണം. അങ്ങനെ കഅന്നക തറാഹു, ആ റബ്ബിനെ നീ കാണുന്നുണ്ട് എന്ന്. വഇല്ലം തകുൻ തറാഹു, ഒരുപക്ഷെ ആ റബ്ബിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഫഇന്നഹു യറാക്, നിന്നെന്താക്കും? അള്ളാഹു കാണുന്നുണ്ട്. ആ നിലയ്ക്ക് ഇബാദത്ത് ചെയ്യണം. ഇതുപോലെ നമുക്കിത് അത്ഭുതമല്ല. അള്ളാഹുവിനെ നീ കാണുമ്പോൾ, റബ്ബിനെ കാണുമ്പോൾ ഇബാദത്ത് ചെയ്യണം. ഒരുപക്ഷെ റബ്ബിനെ നീ കണ്ടില്ലെങ്കിലും ആ റബ്ബ് നിന്നെ കാണും. അപ്പൊ നീ എന്താക്കും? പേടിച്ച് ജീവിക്കും. ഇതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരാൾ ക്യാസിൽ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തിലുണ്ടെങ്കിൽ അതിന് മുതലാളി അവിടെ ഇരിക്കില്ല. പക്ഷെ മുതലാളോ പേടിച്ചിരുന്ന സോറാക്കട എപ്പോ ഒരു CC ക്യാമറ ഫിറ്റാക്കട്ടല്ലോ. ഞങ്ങൾക്ക് തലക്ക് പോച്ചോന്നാണ്. ഒരു CC ക്യാമറ ഫിറ്റാക്കിയിട്ട് ഒരു ബാന്യത്ത് ഒരു അങ്ങാടി നിപ്പാട്ടെങ്കിൽ അവൻ എപ്പോഴും എന്റെ മുതലാളി ഇത് നെയ്ക്കൊണ്ടിക്കുക, എന്റെ സ്വറ നാനാക്കിട പ്രവർത്തനം ഇതെല്ലാം എന്താക്കിട മുതലാളി ഇവിടെ ഇല്ലെങ്കിലും അവന്റെ റായത്തുന്നെങ്കിലും എവിടെ നിന്നാണെങ്കിലും എന്റെ ഈ അങ്ങാടി നാനാക്കിട സ്വറ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവൻ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നു. അതേപോലെ പടച്ച റബ്ബ് എന്നെ കാണുന്നുണ്ട്, ആ പടച്ച റബ്ബിനേക്ക് അറിയുന്നുണ്ട്. ആ നിലക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും? ഒരു ഭയഭക്തി വരും. അതാണ് സ്വകാര്യ ജീവിതം നന്നാവണമെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ആരും കാണുന്നില്ല, റമളാന്റെ നോമ്പ് ആരും കാണുന്നില്ല, പബ്ലിക്കാർ കാണുന്ന നല്ല നോമ്പുകാരനെ പോലെ, അതേ സമയത്ത് അപ്പുറത്ത് പോയിട്ട് ചായ കുടിക്കുക. അതെന്റെ സ്വകാര്യ ജീവിതം എന്തായി മനസ്സിലാക്കും. എത്രമാ ഉദാഹരണങ്ങളും. അർശിന്റെ തലനിട്ട് കൊടുക്കുന്ന 7 വിഭാഗമുണ്ട് അല്ലെ. അതിൽ ഒരു വിഭാഗത്തെ പറയുന്നു റജുലുൻ, ഒരാള്, നല്ല ചന്തത്തെ ഒരു പെണ്ണ്, അതും നാട്ടുപോട്ടെ നല്ല തറവാട് വലിയ പൈസക്കാർത്തിയാകുന്ന ചന്തത്തെ ഒരു പെണ്ണ്, അവളെ ആവശ്യത്തിന് വിളിക്കുമ്പോൾ ചൊല്ലാ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു. അതാണ് സ്വകാര്യ ജീവിതം നന്നാവുക. ആരും കാണുന്നില്ല, അവളെ റൂമിലേക്ക് പോകാം, അവൾ വിളിക്കുമ്പോൾ അവളെ വീട്ടിലേക്ക് പോകാം, ഒരാൾക്കും അറിയുന്നില്ല. എങ്കിലും അവൻ പറയുന്നു ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം. സുലൈഖ ബീബിയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ സംഭവം കേട്ടപ്പോൾ മആദല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞുകൊണ്ട് മാറി നിന്നു. അതേപോലെ മിസ്കി എന്ന അറിയപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു, മഹാനുണ്ടായിരുന്നു, അബൂബക്കറുൽ മിസ്കി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ മഹാൻ. അദ്ദേഹത്തിലേക്ക് മിസ്കി അതായത് അയാൾ നടക്കുമ്പോഴത്തേക്ക് മിസ്കിന്റെ മണം. അയാൾക്ക് മിസ്കിൻ ചെറിയ പേര് പറയുള്ള കാരണം അയാൾ അപ്പുറം ഇപ്പുറം നടക്കുമ്പോഴത്തേക്ക് അയാളെ തടിന് മിസ്കിന്റെ മണം എല്ലാവരും മണത്തോണ്ടിരിക്കുന്നത്. എങ്ങനെ മിസ്കിൻ ചെലുത്ത് വന്നു? അയാൾ ഒരു കച്ചവടം ചെയ്യുന്ന പീഡ് സൊറയെടുക്കുന്ന ആള്. ഒരു നാൾ ഒരു പെണ്ണ് വന്നിട്ട് ചൊന്നാൽ എന്റെ ഔട്ട് ചെന്താക്കണ ഈ സാമാണ് എത്തുപാട്ടോണു ഇപ്പൊ നല്ല ഉണ്ടല്ലേ.
സാമണ്ടിലെ ആക്കരെ. അപ്പൊ അയാൾ എന്താക്കി, അബൂബക്കറും ചൊല്ലുന്ന ആള് അയാളെ ആ പെണ്ണിന്റെ ഔത്ത് കൊണ്ടുപോയിട്ട് സാമാൻ എടുത്ത് പാട്ടിയപ്പോ ഉള്ളിൽ കൊണ്ട് പറഞ്ഞു. അയാൾ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ അങ്ങനെ എന്താക്കി തവ പെണ്ണ് ക്ലോസാക്കി. വലിയ പണക്കാർത്തിയാണ്, ചെരുപ്പങ്ങൾ പറയുന്നു. അപ്പോൾ അവൾ ബെഡ്റൂമിലേക്ക് വിളിച്ചപ്പോൾ ഇയാൾ എന്താക്കില്ല, വഴങ്ങിയില്ല. അയാൾ പേടിച്ചു. അയാൾ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു, ഇല്ല, നിന്നെ വിടില്ല, നീ എന്താക്കണം, എന്റെ ആവശ്യം തീർത്തു തരണം, നീണ്ട ചരിത്രമാണത്. അപ്പോൾ അവസാനം അയാൾ സമ്മതിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ഖളാഇലേക്ക് പോകണു, എനിക്ക് ബാത്റൂമിലേക്ക് പോകണു. അങ്ങനെ ബാത്റൂമിൽ പോയി അയാൾ പടച്ച റബ്ബിനെ പേടിച്ചിട്ട് അവിടെയുള്ള കാഷ്ടം മുഴുവനും എടുത്ത് തലയിലേക്കും മുഖത്തിലേക്കും അയാളെ തലയിലേക്ക് ഫുള്ളായിട്ട് അവിടുന്ന് പുരട്ടിക്കൊടുത്തു. ആ നിലയ്ക്ക് ആ പെണ്ണിന്റെ മുമ്പിൽ വന്നപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഇവൻ ഭ്രാന്തനാണ്, പുറത്താക്കൂ. അങ്ങനെ അയാള് പുറത്തു വന്നു. ആ കാഷ്ടവും ആ ഇതോടുകൂടി പുറത്തു വന്നു. പുറത്തു വരുമ്പോൾ ചുറ്റുഭാഗത്തുള്ള ആളുകളെല്ലാം പരിഹസിക്കാനും, കാരണം ഇയാളിന് സ്മെല്ല്, വേണ്ടാത്ത സ്മെല്ല് വന്നോട്ടുള്ളൂ. അങ്ങനെ ഓടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി കുളിച്ച് ശുദ്ധിയായി പുറത്തു വരുമ്പോൾ അല്ലാഹു തആല ഈ നിലക്ക് അയാളെ സ്വകാര്യ ജീവിതം ചെയ്യാമായിരുന്നു. അയാൾ അള്ളാഹുവിനെ പേടിച്ചു, റബ്ബിലേക്ക് തഖ്വ ചെയ്ത് അയാൾ ഈ ഒരു ഹിക്മത്ത്, ഈ ഒരു തന്ത്രം ഉപയോഗിച്ചിട്ട് രക്ഷപ്പെട്ടു. അതിനിക്ക് പകരമായിട്ട് അള്ളാഹു തആല ആ നാറ്റം, ആ വാസനത്തിലേക്ക് പകരമായിട്ട് മിസ്കിന്റെ വാസന അള്ളാഹു തആല കൊടുത്തു. എവിടത്തോളം കൊടുത്തു? മരിക്കുന്നത് വരെ അയാൾ നടക്കുമ്പോൾ മിസ്കിന്റെ വാസന. അവസാനം മരിച്ചിട്ട് അയാളെ ദഫൻ ചെയ്തിട്ട് അയാളെ ഖബറിന്റെ മേലെ എഴുതി വെച്ചു, എന്തെന്ന്, വഖുതിബ അലാ ഖബ്രിഹി ആദാ ഖബ്റുൽ മിസ്ക്. ഇത് മിസ്കിന്റെ വാസന വരുന്ന, മണം അടിച്ചു വീശുന്ന അയാളെ ഖബറാണ് എന്ന്. ഞാൻ എന്തിനു പറഞ്ഞു? സ്വകാര്യ ജീവിതം നന്നാവണം. എന്നെ കാണുമ്പോൾ നല്ല തലക്കെട്ട് കെട്ടിട്ട് ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് കാണും. പക്ഷെ എന്റെ ഉള്ളിലുള്ള ജീവിതം, എന്റെ രഹസ്യ ജീവിതം, എന്റെ ഗുട്ടായ ജീവിതം അത് നന്നാവണം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. ഗൈബിൽ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. അവന്റെ രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. അതേപോലെ മുനാഫിഖീങ്ങളെ പോലാകാൻ പാടില്ല. എന്ത്? മുനാഫിഖീങ്ങൾ ഞങ്ങളെ മുസ്ലിമായിട്ട് കാണുമ്പോൾ അവർ പറയും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേ സമയത്ത് അവരെ ആളന്മാരടുത്തേക്ക് എത്തുമ്പോൾ പറയും, ഞങ്ങൾ മുസ്ലിമായിട്ടില്ല, ഞങ്ങൾ നാവ് കുടിച്ച് ഒന്നര മാത്രം, ഞങ്ങൾ പരിഹസിക്കാൻ വേണ്ടി. അങ്ങനല്ലേ ഉഹദ് യുദ്ധത്തിൽ 1000-ഓളം വരുന്ന സ്വഹാബാക്കൾ പോയി. ഉഹദിലേക്ക് എത്തുമ്പോൾ 300 ആൾ മുനാഫിഖീങ്ങൾ മടങ്ങിപ്പോയി. അവർ എതിരിൽ വിശ്വസിച്ചവരാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. അങ്ങനെ ഗൈബിൽ വിശ്വസിച്ചതായ, അവർ സ്വകാര്യ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവർക്കുണ്ട് ലഹും മഗ്ഫിറത്തുൻ, ഉന്നതമായ പ്രതിഫലം, മഗ്ഫിറത്തുണ്ട്. എന്തിനാണ് അള്ളാഹുവിനെ പറഞ്ഞത്? അള്ളാഹുവിനെ പേടിച്ചവർ ജീവിച്ച് അവർക്ക് ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് മഗ്ഫിറത്തുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. എന്തിനാണ് മഗ്ഫിറത്ത്? എന്നെങ്കിലും ആ സ്വകാര്യ ജീവിതം നന്നാക്കിയിട്ട് ജീവിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തെറ്റ് വന്നെങ്കിൽ നീ ബേജാറാവണ്ട. ലഹും മഗ്ഫിറത്തുൻ, നിങ്ങൾക്ക് എന്തുണ്ട്? അവർക്ക് എന്തുണ്ട്? മഗ്ഫിറത്തുണ്ട്, അള്ളാഹുവിന്റെ അഫുവുണ്ട്. പിന്നീട് പറഞ്ഞു, അതാ വഅജ്റുൻ കബീർ, അവർക്ക് ഉന്നതമായ പ്രതിഫലമുണ്ട്, അഥവാ സ്വർഗമുണ്ട്. മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്നലെ വിചാരിച്ച് ഇത്ര അർത്ഥം പറഞ്ഞുകൊണ്ട് മതിയാക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഒരാൾ മെസ്സേജ് ഇട്ടു, ഉസ്താദ് നരകത്തിനെ കുറിച്ച് കുറെ ആയത്തും അതിന്റെ പേടിപ്പിക്കുന്ന പറഞ്ഞാൽ സ്വർഗത്തിനെ കുറിച്ചിട്ടും 1-2 വിഷയം പറയണം ചൊല്ലിയിട്ട്. അപ്പൊ അത് ആ ഒരു പറഞ്ഞതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഏതായാലും ഈ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഇത് മനസ്സിലാക്കുന്നുണ്ട്, ഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്കതിൽ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഉന്നതമായ പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞു. 1-2 വിഷയം പറയും ഇൻഷാ അല്ലാഹ്. മസറുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى ولهم فيها من كل الثمرات ومغفرة من ربهم. إن شاء الله ഇതിന്റെ അർത്ഥങ്ങൾ നാളത്തെ ക്ലാസ് പഠിക്കാം. ഇൻഷാ അല്ലാഹ്. നമുക്ക് അല്ലാഹു അവന്റെ ഫള് കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് സ്വർഗം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് മരിച്ചു പോയ ഞങ്ങളുടെ ഉമ്മബാപ്പക്ക്, ഞങ്ങളുടെ കുടുംബത്തിന്, ഉസ്താദുമാർക്ക് അള്ളാഹു സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമാറാകട്ടെ. നാളെ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്കും അള്ളാഹു
ആ ജന്നത്തുൻ നഈമാകുന്ന സ്വർഗം തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് ആത്മാർത്ഥതയോട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇലാഹി ലസ്തു الفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. صلى الله